സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീദേവി മഹാത്മ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ബ്രഹ്മാവിൻ്റെ രാത്രി സൂക്തം, ദേവി സ്തുതിയാണ് രാത്രി സൂക്തം എന്ന പേരിൽ. ദേവി സ്തുതിയുടെ ഒരു ശ്ലോകം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കി. അടുത്തത് തുടരുകയാണ്. ബ്രഹ്മാവ് മധുകൈടപ്പന്മാരെന്ന ക്രൂരന്മാരായ അസുരന്മാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പ്രളയജലധിയിൽ യോഗനിദ്രയിൽ ആണ്ട മഹാവിഷ്ണുവിനെ ഉണർത്താനുള്ള ശ്രമം, അത് ദേവീ സ്തുതിയിൽ കൂടിയാണ് തുടരുന്നത്. ബ്രഹ്മോവാച, ബ്രഹ്മാവ് പറയുകയാണ്, ത്വം സ്വാഹ ത്വം സ്വധ ത്വം ഹി വഷട്കാര സ്വരാത്മിക സുധ ത്വമക്ഷരേ നിത്യേ ത്രിധാ മാത്രാത്മിക സ്ഥിത. ദേവിയെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ്. ത്വം സ്വാഹ ത്വം സ്വധ ത്വം ഹി വഷട്കാര സ്വരാത്മിക സുധ ത്വമക്ഷരേ നിത്യേ ത്രിധാ മാത്രാത്മിക സ്ഥിത. ത്വം എന്ന് പറയുന്നത് അങ്ങ്, അവിടുന്ന്, നിന്തിരുവടി, ദേവി. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, എന്താണ്? അക്ഷരേ നിത്യേ, ബ്രഹ്മസ്വരൂപിണിയായി നിത്യയായുള്ള ദേവി. അക്ഷരേ നിത്യേ, അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരം ഇല്ലാത്തത്, നാശമില്ലാത്തത്. അക്ഷരേ എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപിണിയായ നിത്യയായുള്ള ദേവി. ത്വം സ്വാഹ, അവിടുന്ന് ദേവഗണങ്ങൾക്ക് തൃപ്തിയെ ചെയ്യുന്ന സ്വാഹാദേവിയാണ്. സ്വാഹാദേവി ദേവഗണങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്നു. യാഗത്തിൽ ഉണ്ടാകുന്ന ഹവിസ്സുകളെല്ലാം ദേവഗണങ്ങളിൽ എത്തിക്കുന്നത് സ്വാഹാദേവിയാണ്. ത്വം സ്വധ, അടുത്ത പേരെന്താ ദേവിയുടെ? ത്വം സ്വധ. സ്വധ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിതൃഗണങ്ങൾക്ക് തൃപ്തിയെ ചെയ്യുന്നു. പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നത് സ്വധാദേവിയാണ്. സ്വാഹാദേവിയും സ്വധാദേവിയും അക്ഷരേ നിത്യ, എല്ലാം ബ്രഹ്മസ്വരൂപിണിയായി നിത്യയായുള്ള ദേവിയും എല്ലാം അവിടുന്ന് തന്നെയാണ്. ത്വം ഹി വഷട്കാര സ്വരാത്മിക, ത്വം ഹി അവിടുന്ന് തന്നെ വഷട്കാര സ്വരാത്മിക. വഷട്ട് എന്ന ശബ്ദം ആണ് യാഗത്തിലെല്ലാം ഉയർന്നു വരുന്ന ഒരു പ്രണവ ശബ്ദമാണ് വഷഡ്. ആ വഷട്കാരവും സ്വരാത്മിക, അവിടുന്ന് തന്നെ സ്വരാത്മിക, സ്വരങ്ങളുടെ ആത്മാവുമാണ്. ത്വം സുധ, നിന്തിരുവടി അമൃതസ്വരൂപയാകുന്നു. സുധ എന്ന് പറഞ്ഞാൽ അമൃതം, നിന്തിരുവടി അമൃതസ്വരൂപയാകുന്നു. അടുത്തതോ ത്രിധാ മാത്രാത്മിക സ്ഥിത, അവിടുന്ന് തന്നെ ത്രിധാമ ത്രാത്മിക, മൂന്നാക്കി അതിനെ വിഭജിക്കാം. ത്രിധാ മാത്രാത്മിക എന്ന് പറഞ്ഞാൽ ത്രിധ ഒരു വാക്ക്, ത്രിധാമ രണ്ട് വാക്ക്, ത്രാത്മിക മൂന്ന് വാക്ക്. അപ്പോൾ ത്രിധ മാത്രാത്മിക സ്ഥിത. അപ്പോൾ അവിടുന്ന് തന്നെ ത്രിധ എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങളെയും വേദങ്ങളെയും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെയും ധരിക്കുന്നവൾ. മൂന്ന് ലോകങ്ങൾ, വേദങ്ങൾ, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവളാണ് ദേവി. അടുത്തതോ ത്രിധാമ, മൂന്ന് ധാമങ്ങളോട്. ആ ധാമങ്ങൾ എന്തൊക്കെയാണ്? ഭൂമി, സ്വർഗ, പാതാളങ്ങൾ. അത് മൂന്ന് ധാമങ്ങളാണ്. സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങൾ, സ്ഥൂലദേഹം, സൂക്ഷ്മദേഹം, കാരണദേഹം, അങ്ങനെ മൂന്ന് ദേഹങ്ങൾ. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ, ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാർ, അതായത് സൃഷ്ടി സ്ഥിതി സംഹാര അതിൻ്റെ ദേവതമാർ. സൂര്യചന്ദ്ര അഗ്നികൾ, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ഇത് മൂന്നും. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി,
ഇവയാകുന്ന മൂന്ന് ഗൃഹങ്ങളോട് കൂടിയവൾ. അപ്പോൾ ഈ 3 ധാമങ്ങൾ എല്ലാം മൂന്ന് ധാമങ്ങളായിട്ട് ഇതിനെ വിശേഷിപ്പിക്കുന്നു. ആ 3 ധാമങ്ങൾ മൂന്ന് ധാമങ്ങളെല്ലാം ദേവി അതിൻ്റെ ഗൃഹത്തോടു കൂടിയവൾ, ആ ഗൃഹങ്ങളോട് കൂടിയവൾ. അപ്പം ഇതെല്ലാം ദേവി കുടികൊള്ളുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ത്രാത്മിക, വിഷ്ണു രൂപ, പാലന രൂപ, ബ്രാഹ്മി, മഹേശ്വരി, വൈഷ്ണവി രൂപ. ദേവിയുടെ രൂപങ്ങളാണ് വിഷ്ണു രൂപ, പാലന രൂപ, ബ്രാഹ്മി, മഹേശ്വരി, വൈഷ്ണവി രൂപ. ബ്രഹ്മാവ്, മഹേശ്വരൻ, വിഷ്ണു ഇവരുടെ എല്ലാം സ്ത്രീലിംഗമാണ് ഈ പറയുന്നത്. ബ്രാഹ്മി, മഹേശ്വരി, വൈഷ്ണവി രൂപ. അഗ്നിമീളെ പുരോഹിതം എന്ന് തുടങ്ങുന്ന വേദാരംഭത്തിലെ പ്രണവോച്ചാരണം. വേദം തുടങ്ങുന്നത് അഗ്നിമീളെ പുരോഹിതം എന്ന ആ ഒരു പ്രണവോച്ചാരണത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് 3 മാത്രയോടു കൂടിയതായി വേണ്ടതാകൊണ്ട് ത്രിധാമാത്രാത്മകത്വം എന്ന് പറയുന്നു. ത്രിധാമാത്രാത്മകത്വം എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ അതെല്ലാം ഈ വേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളുമാണ് ഇവിടെ പറയുന്നത്. ആ രൂപത്തിലാണ് ബ്രഹ്മരൂപിണിയായി നിത്യയായുള്ള ദേവി, ദേവഗണങ്ങൾക്ക് തൃപ്തിയെ ചെയ്യുന്ന സ്വാഹാദേവിയും പിതൃഗണങ്ങൾക്ക് തൃപ്തിയെ ചെയ്യുന്ന സ്വധാദേവിയും യാഗാദി കർമ്മങ്ങളിലെ വഷട്ട് ശബ്ദവും സ്വരങ്ങളുടെ ആത്മാവും നിന്തിരുവടിയാകുന്നു. അവിടുന്ന് തന്നെ അമൃതസ്വരൂപയും പ്രണവസ്വരൂപിണിയുമാകുന്നു. പ്രണവമാണ് ഇവിടെ ദേവിയെ ത്രിധാത്മാത്രാത്മിക എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ വേദങ്ങളുടെ ഒരു ഉൾപ്പൊരുളാണ് ദേവി എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. പിന്നെ അകാര, ഉകാര, മകാര. ഇത് ത്രിധാമാത്രാത്മിക എന്നുള്ളതിന് അകാര, ഉകാര, മകാര. പ്രണവമന്ത്രം തന്നെ അകാരം, ഉകാരം, മകാരം കൂടിച്ചേർന്നതാണ് ഓം എന്ന ശബ്ദം. അതുപോലെ തന്നെയാണ് അർത്ഥമാത്രാ സ്വരൂപിണിയായും ഇരിക്കുന്നവളാകുന്നു ദേവി. അർത്ഥമാത്രാ സ്വരൂപിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിനെയാണ് ത്രിധാമാത്രാത്മിക എന്നിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ അർത്ഥമാത്ര സ്വരൂപിണി, അർത്ഥമാത്ര ദീർഘം ഇല്ലാതെ വ്യഞ്ജനങ്ങൾ മാത്രമായിട്ടും അത് ഹ്രസ്വമായിട്ടും, ദീർഘവും ഹ്രസ്വവും അല്ലാതെ അതിൻ്റെ മധ്യത്തിലുള്ളതാണ് അർത്ഥമാത്ര എന്നിവിടെ പറയുന്നത്. അങ്ങനെ അർത്ഥമാത്ര സ്വരൂപിണിയായും ഇരിക്കുന്നവളാകുന്നു ത്രിധാമാത്രാത്മിക എന്ന ഈ ചൈതന്യം, ദേവി ചൈതന്യം. ആ ചൈതന്യത്തെയാണ് ബ്രഹ്മാവ് ഇവിടെ ദേവിയെ കുറിച്ച് അവദാനമായിട്ട് പറയുന്നത്. ഏകൈവ ശക്തി പരമേശ്വരസ്യ ഭിന്നാ ചതുർത്ഥ വിനിയോഗകാലേ ഭോഗേ ഭവാനി പുരുഷേഷു വിഷ്ണു കോപേഷു കാളി സമരേഷു ദുർഗ. കാളിയും ദുർഗയും ഭവാനിയും എല്ലാം ഒരേ രൂപത്തിൻ്റെ അംശങ്ങളാണ്. ആ അംശങ്ങളെയാണ് ഇവിടെ പറയുന്നത്. ഏകൈവ ശക്തി, ഇതെല്ലാം ഏകശക്തിയാണ്. പരമേശ്വരൻ്റെ സംഹാരമൂർത്തിയായ ശിവൻ്റെ ഭിന്നാ ചതുർത്ഥ വിനിയോഗകാലേ, ഭിന്നമായ 4 ഭാഗങ്ങൾ വിനിയോഗിക്കുമ്പോഴാണ് ഭോഗേ ഭവാനി പുരുഷേഷു വിഷ്ണു കോപേഷു കാളി സമരേഷു ദുർഗ. ഭോഗത്തിൽ ഭവാനിയായും പുരുഷനാകുമ്പോൾ വിഷ്ണുവായും കോപത്തിൽ കാളിയായും സമരത്തിൽ ദുർഗയായും തിളങ്ങുന്ന ചൈതന്യമാണ് ദേവി ചൈതന്യം എന്ന് പറയുന്നു. ആ പ്രമാണം അനുസരിച്ച് വിഷ്ണുവിനും കാളിക്കും ഏകത്വം കൽപ്പിക്കുന്നു. അപ്പോൾ കാളി തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് കാളി. ഏകത്വം കൽപ്പിക്കുന്നു. മധുകൈടപ്പന്മാരുടെ വധം വിഷ്ണുവേഷത്തോടു കൂടിയ കാളിയാൽ തന്നെ ചെയ്യപ്പെടണം എന്നുള്ള ആശയത്തോടെയാണ് ഇവിടെ കാളിയെ സ്തുതിക്കുന്നത്. ഇവിടെ ബ്രഹ്മാവ് സ്തുതിക്കുന്നത് കാളിയെയാണ്. കാളി ആ രൂപമാണ് ബ്രഹ്മാവ് ഇവിടെ സ്തുതിക്കുന്നത്. അപ്പം പല രൂപത്തിലാണ്, ദുർഗയായിട്ടും കാളിയായിട്ടും സരസ്വതിയായിട്ടും ഓരോ ഭാവങ്ങളിലൂടെ വരികയാണ് ദേവി.
അപ്പോൾ ആ ഭാവത്തിൽ ഇവിടെ കാളിയെ ആയിട്ടാണ് സ്തുതിക്കുന്നത്. കാരണം വിഷ്ണുവും കാളിയും ഏകത്വം കൽപ്പിക്കുമ്പോൾ ആ കാളി തന്നെയാണ് ഈ മധുകൈഠപ്പന്മാരെ വധിക്കേണ്ടത്. ഇവരെല്ലാം ഇങ്ങനെ ഈ അസുരന്മാരും ദുഷ്ടശക്തികളായിട്ടുള്ള രാക്ഷസന്മാരും എല്ലാം ഈ ദൈവങ്ങളെ ഒരുപാട് പ്രസാദിപ്പിച്ച് യാഗങ്ങൾ നടത്തി വരം വാങ്ങിക്കുന്നത് എപ്പോഴും സ്ത്രീകളാലോ കുട്ടികളാലോ മനുഷ്യനാലോ വധിക്കപ്പെടാവൂ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം എന്തെന്ന് വെച്ചാൽ സ്ത്രീകൾ ദുർബലരാണെന്നും കുട്ടികൾ അതിദുർബലരാണെന്നും അവർക്കൊന്നും തന്നെ ഈ ഭീകരന്മാരെ വധിക്കാൻ കഴിയില്ല എന്നുമാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വരങ്ങളൊക്കെ നേടുന്നത്. അപ്പോൾ ഈ മധുകൈഠപ്പന്മാരെന്ന് പറയുന്ന ഘോരന്മാരായ അസുരന്മാർ മഹാവിഷ്ണുവിൻ്റെ കർണങ്ങളിൽ നിന്നാണ് അവർ ഉത്ഭവിച്ചത്. ആ ഒരു ശക്തിയോടു കൂടിയാണ് അവർ സ്വർഗം കീഴടക്കാൻ ബ്രഹ്മാവിനെ വധിക്കാൻ ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് കാളിയെ സ്തുതിക്കുന്നു, ദേവിയെ സ്തുതിക്കുന്നു. ദേവിയെ കാളി രൂപത്തിലാണ് സ്തുതിക്കുന്നത്. ആ കാളി രൂപത്തിൽ സ്തുതിക്കുന്നത് വിഷ്ണു തന്നെയാണ് ദേവി എന്നുള്ള ഏക രൂപത്തെ കണ്ടുകൊണ്ട് തന്നെയാണ്, ആ ആശയത്തെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ അർത്ഥമാത്ര സ്ഥിതാ നിത്യ യാ അനുച്ചാര്യ വിശേഷത ത്വമേവ സാ ത്വം സാവിത്രി ത്വം ദേവി ജനനി പരാ. അർദ്ധമാത്രാ സ്ഥിത നിത്യ യാതൊരു ദേവി അർദ്ധമാത്രാ സ്ഥിത അർദ്ധമാത്രയിൽ സ്ഥിതി ചെയ്യുന്നവളായും നിത്യയായും വിശേഷേണ അനുച്ചാര്യ ഉച്ചരിക്കാൻ പാടില്ലാത്തവളായും ഇരിക്കുന്നുവോ സ അവൾ ത്വം ഏവ നിന്തിരുവടി തന്നെ, അത് നിന്തിരുവടി തന്നെയാണ്. സാവിത്രിത്വം ഗായത്രിയും സാവിത്രിയും നിന്തിരുവടി തന്നെ. സാവിത്രിത്വം അവിടുന്നാണ് സാവിത്രി, അവിടുന്ന് തന്നെയാണ് ഗായത്രിയും എന്നാണ് പറയുന്നത്. അപ്പോൾ സാവിത്രി എന്നാൽ സവിതാവ് ദേവതയായിരിക്കുന്ന ഗായത്രി മന്ത്രമാണ് സാവിത്രി എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാവിത്രി തന്നെയാണ് ഗായത്രിയായും സാവിത്രിയായും സ്ഥിതി ചെയ്യുന്നത് നിന്തിരുവടി തന്നെയാണ് എന്ന് ഇവിടെ ബ്രഹ്മാവ് രാത്രി സൂക്തത്തിലൂടെ പറയുകയാണ്. ദേവി ഹേ ദേവി പരാജനനി ത്വം, ഉത്കൃഷ്ടയായ മാതാവും അവിടുന്ന് തന്നെ. ത്വം എന്നൊക്കെ പറയുന്നത് അവിടുന്ന് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ പരാജനനി, പരാ എന്ന് പറഞ്ഞാൽ പരമ ഉത്കൃഷ്ടയായ ജനനി മാതാവ്, പരമ ഉത്കൃഷ്ടയായ മാതാവും അവിടുന്ന് തന്നെ. അർത്ഥമാത്രയിൽ സ്ഥിതി ചെയ്യുന്നവളായും നിത്യയായും വിശേഷേണ ഉച്ചരിക്കാൻ പാടില്ലാത്തവളായും ഇരിക്കുന്ന ദേവി നിൻ തിരുവടിയാകുന്നു. ഹേ ദേവി ഗായത്രിയും സാവിത്രിയും ഉത്കൃഷ്ടയായ മാതാവും അവിടുന്ന് തന്നെ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ അനുച്ചാര്യ എന്നാൽ ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. ഹ്രസ്വ ദീർഘ പ്ലുതങ്ങൾ എന്ന 3 മാത്രകൾ കൊണ്ട് ഉച്ചരിക്കാൻ പാടില്ലാത്തവളാണ് ദേവി. ദീർഘവും പാടില്ല, ഹ്രസ്വവും പാടില്ല. അതിന് നടുവിലുള്ള അർത്ഥമാത്രാത്മിക എന്ന് ദേവിയെ വിശേഷിപ്പിക്കുന്നത്. അർത്ഥമാത്ര എന്നത് ഒരു വേദാന്ത വാക്യാർത്ഥ ലക്ഷണമായി ഇരിക്കുന്നു. വേദാന്ത വാക്യാർത്ഥമായിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്, അർത്ഥമാത്രയെ. അപ്പോൾ തുരീയ, അങ്ങനെ ഇരിക്കുന്ന തുരീയയാണത്. തുരീയ എന്ന് പറഞ്ഞാൽ ആ ദേവിയെ എല്ലാവർക്കും കാണാൻ സാധിക്കാത്ത വിധം പ്രണവ സ്വരൂപിണി എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. അങ്ങനെയുള്ള ആ ദേവത ഈ തുരീയ അവസ്ഥയിലുള്ള, ആ ദേവാവസ്ഥയിൽ ദിവ്യാവസ്ഥയിലുള്ള യോഗികൾക്ക് മാത്രം അറിയാൻ കഴിയുള്ളൂ ദേവിയെ. അങ്ങനെയുള്ള ദേവി, അർത്ഥമാത്രാത്മികയായ ആ ദേവി, പ്രണവസ്വരൂപിണിയായ തുരീയ അവസ്ഥയിലുള്ള ദേവി സ്വരാക്ഷരം ചേരാതെ വ്യഞ്ജനാക്ഷരം മാത്രമായി അർത്ഥമാത്ര എന്ന് പറയുന്നു. ആ അർത്ഥമാത്ര ആത്മികയായിരിക്കുന്ന ദേവിയെക്കുറിച്ച് പ്രണവസ്വരൂപത്തെ, ആ ദേവി പ്രണവസ്വരൂപിണിയാണ് എന്ന് പറയുന്നു. ആ പ്രണവസ്വരൂപിണിയായ ദേവിയെക്കുറിച്ച് ഭഗവാൻ ദത്താത്രേയൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അകാര ഉകാര മകാരങ്ങൾ സത്വരജസ്തമോ ഗുണരൂപങ്ങളും അർത്ഥമാത്ര യോഗികളാൽ പ്രാപിക്കപ്പെടാവുന്നതായ നിർഗുണവുമാകുന്നു. മഹാന്മാരായ ഉത്കൃഷ്ടരായ യോഗികളാൽ മാത്രം പ്രാപിക്കപ്പെടാവുന്ന ഒരവസ്ഥയാണത്.
പിന്നെ അതിനെ ഗാന്ധാര സ്വരാശ്രയം നിമിത്തം ഗാന്ധാരി എന്നും പറയുന്നു. ഗാന്ധാരി എന്നും ആ മാത്രയെ പറയുന്നു. അർത്ഥ മാത്രാത്മിക എന്ന് പറയുന്ന ആ വാക്കിനെ. ആ മാത്ര സഹസ്രാര പത്മത്തിൽ മൃദുവായി സ്പർശിക്കുന്നതായി യോഗികൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഉത്കൃഷ്ട യോഗികൾക്ക് അനുഭവപ്പെടാവുന്നതാണ്. ആ ദേവിയെ ഈ രൂപത്തിലെല്ലാം, വേദാന്ത രൂപത്തിലും സ്ഥൂല രൂപത്തിലും എല്ലാം ബ്രഹ്മാവ് രാത്രി സൂക്തത്തിലൂടെ ദേവിയെ വർണ്ണിക്കുകയാണ്. ആ വർണ്ണനയ്ക്കൊടുവിലാണ് ദേവി വിഷ്ണുവിനെ ഉണർത്താൻ വേണ്ടിയാണ് ദേവിയെ ഇങ്ങനെ സ്തുതിക്കുന്നത്. ഇനിയുള്ളത് അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ഓം ശ്രീ മഹാദേവി നമഃ.